രേണുകെ, നമ്മുടെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ അറിയാലോ, മുഖ്യധാര മാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ ഉണ്ട്, ദൃശ്യ മാധ്യമങ്ങളുണ്ട്, ഇപ്പോൾ ഓൺലൈൻ. നമ്മളൊക്കെ ഓൺലൈനിന്റെ ഭാഗമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇതല്ലാത്ത, അതായത് ഈ സീരിയൽ നടിമാര്, സെലിബ്രിറ്റികൾ, സിനിമാ നടിമാര്, ഇവരുടെ പിന്നാലെ ഇങ്ങനെ ക്യാമറയും കൊണ്ടുപോയി അവരുടെ ചില ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അവർ കുനിയുമ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത്, അത് മാത്രം കട്ട് ചെയ്ത് അതിന് പറ്റുന്ന തംബ്ലൈനും ക്യാപ്ഷനൊക്കെ കൊടുത്ത് ചില ആളുകൾ, അതെ, ചില കുയിൽ എന്നൊക്കെ പറയാം. ആ കുയിലിന് ഇപ്പം പലതരത്തിലുള്ള പേരുകൾ വന്നിട്ടുണ്ട്. അപ്പം വിമർശനങ്ങൾ വരികയാണ്. ഒന്ന്, ഈ നടിമാര് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ചിലർ അറിഞ്ഞിട്ടോ അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, നമുക്കറിയില്ല. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരം, സ്ത്രീയെ മാത്രമല്ല പുരുഷൻ്റെ, പക്ഷെ സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കണം. സ്ത്രീ അവള് ഭക്ഷണം കഴിക്കുമ്പോഴും അത് അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഒരു പെൺകുട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വനിതാ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞാൽ മോശമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ റീച്ചിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നവരുണ്ട്, അല്ലെ അതിന് പുറമെ റിയാക്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഡെയിലി കാണുന്ന, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ കുയിലുകള്, ഒരുപാട് മീഡിയാസ് ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി, ഫംഗ്ഷൻ എന്ന് വേണ്ട, ജസ്റ്റ് കാറ് കല്യാണം ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ മതി, അപ്പോഴേക്കും ക്യാമറ ആയിട്ട് പിന്നാലെ ഓടും. എന്നിട്ട് അതിനനുസരിച്ച് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ തമ്പനൈൽസ് ഒക്കെ ആളുകളെ ആകർഷിക്കുന്ന തരത്തില്, നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും, അങ്ങനത്തെ തരത്തിലുള്ള പച്ച സാരിയിൽ ഇന്ന നടി വളരെ ഡ്രസ്സിന്റെ റേറ്റ് ചോദിക്കുക, പിന്നെ ഇന്ന് പരിപാടി ചോദിക്കുക, അങ്ങനെ കാഷ്വലായി വെറുതെ അവരോട് വർത്താനം പറഞ്ഞ് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് റീച്ച് ആവുക. അതാണ് ഇപ്പത്തെ വളരെ ഒരുപാട്, അതായത് ഇവർക്ക് ഒരു പ്രൈവസിയും ഇല്ല അല്ലെ. നമ്മൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴേ അവരെ എവിടെയൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കുനിയുമ്പോൾ എവിടെ എടുക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ട. അതിന് മാത്രം എനിക്ക് തോന്നുന്ന ഈ പഴയകാല ഏപ്പടങ്ങളിലെ ക്യാമറമാരെയാണോ ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇതിനായിട്ട് എടുക്കുന്നത് വെച്ചാൽ, കാരണം നഗ്നത ഇവരുടെ ഒരു വീക്ക്നെസ് ആണ് ഈ ക്യാമറമാരുടെ. അതിലൊക്കെ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ക്യാമറമാരൊക്കെ നല്ല ഡീസൻ്റ് ആയി അല്ലെ അന്തസ്സുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറമാരെ പ്രത്യേകം സെലക്ട് ചെയ്യാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഞാനൊരു വീഡിയോ കണ്ടതാ, ഒരു നടി, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു നടി മലയാളത്തിലെ, അമ്പലത്തിൽ പോയിട്ട് ഈ പ്രസാദ് കൊടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ അവിടെ ആ ഒരു വിഷ്വൽ, അതിന് പറ്റുന്ന തമ്പുലൈൻ, പച്ച സാരിയിൽ ഇന്ന നടി വളരെ ഗ്ലാമറായി കാണുന്നു. ഇതിനു വേണ്ടി കുറെ പേര് ഇറങ്ങിയിരിക്കുന്നത് ലജ്ജ തോന്നുന്നു. ഒരു നല്ലൊരു കണ്ടന്റ് ചെയ്തിട്ടാ ചിലപ്പോ ഇത്രയും റീച്ച് ഉണ്ടാവില്ല, ലക്ഷങ്ങൾ മില്യണൊക്കെയാണ് അടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചാരായവും ഉണ്ട്, പാലും ഉണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ചാരായമാണ്. അതായത് നല്ലതൊന്നും അങ്ങനെ ആർക്കും വേണ്ട, നേരെ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചില രേണു പറഞ്ഞ പോലെ ചില നടിമാർ അവർക്കൊരു എന്താ പറയുക, സമൂഹത്തിൽ ഞങ്ങൾ സിനിമയിലൊക്കെ അഭിനയിച്ചു, ഞങ്ങളുടെ പിന്നാലെ ആളുകളുണ്ട്, ക്യാമറാമാൻ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിനെ പ്രതികരിച്ചത് മാളവിക മേനോൻ, നമ്മുടെ നടി. അവര് രണ്ടുപേരെ എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ വൃത്തികെട്ട റീൽസ് എടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടെത്തി, ഇവർക്കെതിരെ നടപടി എടുത്തു. പിന്നെ അവര് പ്രതികരിക്കുന്ന നടിമാരുണ്ട്. പിന്നെ പലരും ഇത് അറിയാതെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷന് വരുമ്പോൾ, ഒരു ഉദ്ഘാടനത്തിന് നടി വരുമ്പോൾ അവിടെ ക്യാമറമാരുണ്ടാവും ഇല്ല. അപ്പോൾ ആ എടുക്കുന്ന വിഷ്വൽ പിന്നീട് അവരെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റാർ മാജിക്കിലെ അനുമോളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വൈറലായ, അവളൊക്കെ പ്രതികരിക്കാറുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് ക്യാമറ കടത്തുമ്പം പ്രതികരിക്കാറുണ്ട്, പ്രൈവസി വേണമെന്ന് പറയാറുണ്ട്. പക്ഷെ ചിലവര് അങ്ങനെയെങ്കിലും ഫേമസ് ആവട്ടെ അല്ലെ, കുറച്ചുകൂടി റീച്ച് കിട്ടട്ടെ വിചാരിച്ചിട്ട് എല്ലാത്തിനും മറുപടി കൊടുത്ത് നിന്ന് കൊടുക്കുന്നവരും ഉണ്ട്. നീ പറഞ്ഞത് കറക്റ്റാണ്. അതോടൊപ്പം അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവരുടെ ഒരു ടാർജറ്റ് എന്ന് മനസ്സിലായത് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സീരിയൽ നടിമാരും സിനിമാ താരങ്ങളൊക്കെ പൊങ്കാല ഇടാൻ വന്നു. ഇവരുടെ എന്താ പറയുക, ഫോക്കസ് പോകുന്നത് പൊങ്കാല അടുപ്പിലൊന്നുമല്ല. അതിനുശേഷം ഇറങ്ങിയ നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ അവർക്ക് തന്നെ മോശമാവും. അപ്പോൾ പ്രശസ്തരായ സിനിമാ നടിമാർ, പൊങ്കാലയ്ക്ക് സ്ഥിരം വരുന്ന നടിമാർ, ഇവരൊക്കെ ഇപ്പോഴേ അവരെ റീൽസ്, ഇവർക്കായിട്ട് കുറേ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയൊക്കെ ഇട്ട് റീച്ചാക്കി ഇത് വിറ്റഴിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം പോലും ഇങ്ങനെ സ്ത്രീ ശരീരം അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കാണുന്ന കുറേ ഓൺലൈൻ മീഡിയാസ്, നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പേര് എല്ലാവർക്കും അറിയാം. അധികം ഒരു ഇപ്പം ജനൻ ടി വിയിലെ എൻ്റെ
പഴയകാല സീനിയർ ജേർണലിസ്റ്റ് അനിൽ നമ്പ്യാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഉമാനായരുടെ മകളുടെ കല്യാണം. രാവിലെ ഉമാനായരുടെ മകൾ കുളിക്കുന്നതും അത് കുളിക്കുന്നത് മാത്രം കാണിച്ചില്ല, കുളിച്ച് വരുന്നത് മുതൽ ആദ്യ രാത്രി കാണിച്ചിട്ടില്ല, പക്ഷെ ആദ്യ രാത്രി റൂമിലേക്ക് കയറുന്നത് വരെ A to Z ഒരു ഓൺലൈൻ മീഡിയ കാണിച്ചു എന്നുള്ളത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ മീഡിയ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇക്കിളി എന്തുവാ പേര് പറയാ അതെ, എന്താ ഇങ്ങനെയുള്ള മീഡിയാസിന് വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കുമോ? കുറെ പച്ചക്കുയിലും മഞ്ഞക്കുയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വല്ല പേര് ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ലേ രേണു? അതെ, തീർച്ചയായും.